ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അൺലിമിറ്റഡ് കോഡ്സ്. ഇന്നത്തെ വീഡിയോ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ 4ാമത്തെ ചാപ്റ്ററായ വെബ് ടെക്നോളജിയാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് പ്രസ് ദി ബെല്ലൈക്കൺ ഫോർ നോട്ടിഫിക്കേഷൻസ്. നമ്മളെല്ലാവരും ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഒരുപാട് വെബ്സൈറ്റ്സ് സെർച്ച് ചെയ്യാറുണ്ട്. മേ ബി ഓൺലൈൻ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടൻറ്റ്സ് വ്യൂ ചെയ്യാനോ, മൂവീസ് കാണാനോ, ബാങ്ക് ട്രാൻസാക്ഷൻസിനോ, അങ്ങനെ പല ഉപയോഗങ്ങൾക്കും വേണ്ടി നമ്മൾ വെബ്സൈറ്റ്സ് സെർച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് വെബ് പേജസ് ആണ്. അപ്പോൾ ഒരു വെബ് പേജിൽ ടെക്സ്റ്റ് ഉണ്ടാവാം, ഗ്രാഫിക്സ്, സൗണ്ട്സ്, ആനിമേഷൻസ്, മൂവീസ്, അങ്ങനെ കാര്യങ്ങളൊക്കെ ഒരു വെബ് പേജിലുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ കളക്ഷനെയാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. +1 ഓൾറെഡി നമ്മൾ ഇതിൻ്റെയൊക്കെ ബേസിക്സ് പഠിച്ചതാണ്. അപ്പോൾ നമുക്കറിയാം വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് HTML, അതായത് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. HTMLനെ ഇൻ്റർനെറ്റിൻ്റെ ലാംഗ്വേജ് എന്നും കൂടി പറയാറുണ്ട്. ബ്രൗസർ വിൻഡോയിൽ കണ്ടൻറ്റ്സ് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണമെന്ന് ബ്രൗസറിനോട് പറഞ്ഞു കൊടുക്കുന്നത് ഈ HTML ആണ്. ചാപ്റ്ററിലെ ഫസ്റ്റ് സെക്ഷനാണ് കമ്മ്യൂണിക്കേഷൻ ഓൺ ദി വെബ്. +1 ഓൾറെഡി നമ്മൾ വെബ്സൈറ്റ് എങ്ങനെ ആക്സസ് ചെയ്യുന്നത് എന്നുള്ള സ്റ്റെപ്സ് പഠിച്ചിരുന്നു. അപ്പോൾ ഒന്നുകൂടി അത് റിപ്പീറ്റ് ചെയ്യുക. നമ്മളൊരു വെബ്സൈറ്റ് സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ URL, അതായത് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, അത് വെബ് അഡ്രസ്സ് എന്നും പറയാം. അപ്പോൾ അതിനെ ഡൊമൈൻ നെയിം സിസ്റ്റം എന്നുള്ള സെർവറിലേക്ക് സെൻഡ് ചെയ്യും. എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ അഡ്രസ്സ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ IP അഡ്രസ്സ് യൂസ് ചെയ്തിട്ട് ബ്രൗസർ സെർവറുമായിട്ട് കണക്ട് ചെയ്യും. സെർവർ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സെർവർ സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ അത് പ്രോസസ്സ് ചെയ്യുകയും ഈ നമ്മളുടെ റിക്വസ്റ്റിനെ പ്രോസസ്സ് ചെയ്യുകയും നമ്മൾ ആവശ്യപ്പെടുന്ന വെബ് പേജ് ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യുന്നു. ഈ വെബ് കമ്മ്യൂണിക്കേഷൻ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഡിവൈസസിൽ പോസിബിൾ ആവണമെങ്കിൽ കുറച്ച് പ്രോട്ടോക്കോൾസ്, അതായത് ഈ ഡിവൈസസ് കുറച്ച് പ്രോട്ടോക്കോൾസ് ഫോളോ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ പ്രോട്ടോക്കോൾസിന് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ ബാർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ, അതായത് TCP/IP പ്രോട്ടോക്കോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് +1 ഓൾറെഡി പഠിച്ചതാണ്. TCP/IP പ്രോട്ടോക്കോളിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡാറ്റ സെൻഡ് ചെയ്യുകയും റിസീവ് ചെയ്യുന്നതിനെയാണല്ലോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ അതിന് ചെറിയ സ്മോൾ ഡാറ്റ പാക്കറ്റ്സ് ആയിട്ട് ബ്രോക്കൺ ഡൗൺ, അതായത് അതിനെ സ്മോൾ ഡാറ്റ പാക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും വിത്ത് ദ അഡ്രസ് ഓഫ് റെസിപ്പിയൻറ്റ് കമ്പ്യൂട്ടർ. അതായത് നമ്മൾ ഏത് കമ്പ്യൂട്ടറിലേക്കാണോ അയക്കുന്നത് ആ കമ്പ്യൂട്ടറിൻ്റെ അഡ്രസ്സും അറ്റാച്ച് ചെയ്ത് ഈ ഡാറ്റനെ സ്മോൾ ഡാറ്റ പാക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇത് ചെയ്യുന്നത് TCP പ്രോട്ടോക്കോളാണ്. എന്നിട്ട് റൂട്ടേഴ്സ് ഈ ഡാറ്റ പാക്കറ്റ്സിനെ അതിൻ്റെ ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടേഴ്സിലേക്ക് എത്തിക്കും. അത് ചെയ്യുന്നത് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളാണ്. നമുക്കറിയാം വെബ്സൈറ്റ്സ് ആക്സസ് ചെയ്യുന്നത് HTTP യൂസ് ചെയ്തിട്ടാണ്, അതായത് ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ടാണ് വെബ്സൈറ്റ്സ് ആക്സസ് ചെയ്യുന്നത്. ഇമെയിൽ കമ്മ്യൂണിക്കേഷന് ചെയ്യുന്നത് യൂസിങ് SMTP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ടാണ്. വെബിലെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ ക്ലയൻറ്റ് ടു വെബ് സെർവർ, രണ്ടാമത്തേത് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സെക്യൂരിറ്റിയാണ്. അതായത് ഇൻ്റർനെറ്റിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ മെസ്സേജസ് ഹാക്കേഴ്സിൻ്റെ കയ്യിലെത്താതെ ശ്രദ്ധിക്കണം. ഓക്കെ, ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ടൈപ്പായ ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നോക്കാം. ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷനിൽ യൂഷ്വലി ഒതൻറ്റിക്കേഷൻ ആവശ്യമില്ല. അപ്പോൾ ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ യൂസേഴ്സ് എന്തെങ്കിലും വെബ്സൈറ്റ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അത് ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷനാണ്. പക്ഷേ നമ്മൾ ബാങ്കിങ് വെബ്സൈറ്റ്സിലൊക്കെ കാണാറുണ്ട് പാസ്വേഡും യൂസർ നെയിംസൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എന്തായാലും സെക്യൂരിറ്റി വളരെ മസ്റ്റാണ്. നമ്മളുടെ ഈ പേഴ്സണൽ ഇൻഫർമേഷൻസൊക്കെ നമ്മൾ ഡയറക്റ്റായിട്ട് പ്ലെയിൻ ടെക്സ്റ്റായിട്ട്
നൽകുകയാണെങ്കിൽ സെർവറിന് നൽകുകയാണെങ്കിൽ അപ്പോൾ അത് ഹാക്കേഴ്സിൻ്റെ കയ്യിലെത്തുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെക്യൂരിറ്റി ഉറപ്പാക്കണം. അപ്പോൾ അതിനാണ് HTTPS ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ സെക്യൂർ യൂസ് ചെയ്യുന്നത്. HTTPS നമ്മളുടെ പാസ്വേഡും യൂസർ നെയിമൊക്കെ എൻക്രിപ്റ്റ് ചെയ്തിട്ടായിരിക്കും സെർവറിന് സെൻഡ് ചെയ്യുന്നത്. HTTPS വർക്ക് ചെയ്യുന്നത് സെക്യൂർ സോക്കറ്റ്സ് ലെയർ യൂസ് ചെയ്തിട്ടാണ്. ബ്രൗസർ ഒരു സെക്യൂർ വെബ് പേജ് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ സെർവർ ഫസ്റ്റ് റിട്ടേൺ ചെയ്യുന്നത് അതിൻ്റെ SSL സർട്ടിഫിക്കറ്റ് ആണ്. എന്നിട്ട് ബ്രൗസർ ഇത് ചെക്ക് ചെയ്യും, എന്താ ഈ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ അല്ലയോ എന്നൊക്കെ. ഇപ്പോൾ വെരിഫൈ ചെയ്യുന്നത് സർട്ടിഫിക്കേഷൻ അതോറിറ്റിയാണ്. അപ്പോൾ വെരിസൈൻ ഇങ്ക് എന്ന് പറഞ്ഞത് ഒരു സർട്ടിഫിക്കേഷൻ അതോറിറ്റിയാണ്. അപ്പോൾ ഇത് ചെക്ക് ചെയ്യും വാലിഡ് ആണോ അല്ലയാണെന്ന്. എന്നിട്ട് വാലിഡ് ആണെങ്കിൽ ഇത് ബ്രൗസർ എൻക്രിപ്റ്റഡ് സെഷന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതുവരെ പറഞ്ഞ ക്ലയൻറ്റ് ടു സെർവർ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പിക്ചർ റെപ്രസെൻറ്റേഷൻ നൽകിയിട്ടുണ്ട്, ഫിഗർ 4.2a. അപ്പോൾ അതിൽ റൈറ്റ് സൈഡ് നോക്കാം ഫസ്റ്റ്. അപ്പോൾ അതിൽ നമുക്ക് കാണാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റാണ്. അതിലൊരു ലോക്ക് സൈന് കാണാം. എന്നിട്ട് അപ്പുറം HTTPS എന്ന് പറഞ്ഞിട്ടാണ് വെബ്സൈറ്റിൻ്റെ URL, അതായത് സെക്യൂർഡ് ആണ് എന്നാണ് അതിന് അർത്ഥം ആ ലോക്ക് സൈനിൽ. അപ്പോൾ അതൊന്ന് നമ്മൾ കഴ്സർ കൊണ്ടുവന്നെങ്കിൽ ആ ഒരു മെസ്സേജ് ബോക്സ് കാണാം. യു ആർ കണക്റ്റഡ് ടു ഓൺലൈൻ SBI.com വിച്ച് ഈസ് റൺ ബൈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മുംബൈ മഹാരാഷ്ട്ര. ഒക്കെ വെരിഫൈഡ് ബൈ വെരിസൈൻ ഇങ്ക്. അതിൽ കാണാം അത് ഒതൻറ്റിക്കേഷൻ നടന്നിട്ടുണ്ട്, അത് സെക്യൂർഡ് വെബ്സൈറ്റ് ആണെന്നുള്ളത്. ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതുവരെ ചെയ്ത സ്റ്റെപ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് ബ്രൗസർ SSL സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യും. സെക്കൻഡ് സെർവർ SSL സർട്ടിഫിക്കറ്റ് റിട്ടേൺ ചെയ്യും. എന്നിട്ട് അത് വാലിഡ് ആണോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യും. വാലിഡ് ആണെങ്കിൽ എൻക്രിപ്റ്റഡ് സെഷൻ ഇനീഷ്യേറ്റ് ചെയ്യും. പിന്നെ അവസാനത്തത് സെർവർ ആൻഡ് ബ്രൗസർ എൻക്രിപ്റ്റ്സ് ഓൾ ട്രാൻസ്മിറ്റഡ് ഡാറ്റ. അതായത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത എല്ലാ, അതായത് പാസ്വേഡ്, യൂസർ നെയിം അതുപോലുള്ളതൊക്കെ എന്ത് ചെയ്യും, എൻക്രിപ്റ്റ് ചെയ്യും. സെക്കൻഡ് വെബ് കമ്മ്യൂണിക്കേഷനാണ് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റിലൊക്കെ വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ നടക്കാറുണ്ട്. ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റിൽ നമ്മൾ എന്തെങ്കിലും ബൈ ചെയ്യുമ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് നടക്കുമ്പോൾ ബാങ്ക് വെബ് സെർവറും നമ്മൾ സെല്ലറും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിളാണ്. അപ്പോൾ അതിനെ വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയും ഒതൻറ്റിക്കേഷൻ ആവശ്യമാണ്. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്സ് ആണ്. അതായത് ഈ ഡേറ്റാസ് റിസീവ് ചെയ്തത് ആക്ച്വൽ വെബ്സൈറ്റ്സ് ആക്ച്വൽ സെർവറിൽ നിന്ന് തന്നെയാണോ എന്ന് സർട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഒതൻറ്റിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ സെർവേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എൻക്രിപ്റ്റഡ് ഡേറ്റാസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും എന്താണ് ഈ എൻക്രിപ്റ്റഡ് ഡേറ്റ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് സിമ്പിളായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റായിട്ട് അയക്കാതെ അതിനെന്തെങ്കിലും മോഡിഫൈ ചെയ്ത് ബാക്കിയുള്ളവർക്ക് വായിച്ചാലും മനസ്സിലാവാത്ത രീതിയിൽ നമ്മൾ ചിലപ്പോൾ എഴുതി കൊടുക്കാറില്ല. അപ്പോൾ അതുപോലെ കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ എൻക്രിപ്റ്റഡ് ഡേറ്റാസാണ് യൂസ് ചെയ്യുന്നത് ഹാക്കേഴ്സിന് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓൺലൈൻ പേയ്മെൻറ്റ് അല്ലെങ്കിൽ മണി ട്രാൻസ്ഫറൊക്കെ നടക്കുമ്പോൾ പേയ്മെൻറ്റ് ഗേറ്റ് വേ ആണ്. അപ്പോൾ ഈ മെർച്ചൻ്റ് സെർവർ, അതായത് സെല്ലറിൻ്റെ സെർവറും ഈ ബാങ്ക് സെർവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ബ്രിഡ്ജായിട്ട് വർക്ക് ചെയ്യുന്നത് പേയ്മെൻറ്റ് ഗേറ്റ് വേ ആണ്. ഓക്കെ, അടുത്ത സെക്ഷനാണ് വെബ് സെർവർ ടെക്നോളജീസ്. അപ്പോൾ അതിലാദ്യം വരുന്നത് വെബ് സെർവർ. എന്താണ് വെബ് സെർവർ എന്ന് നോക്കാം. വെബ് സെർവർ എന്ന് വെച്ചാൽ ഒരു വലിയൊരു സെർവർ കമ്പ്യൂട്ടറാണ്. അപ്പോൾ അതിലാണ് ഈ വെബ്സൈറ്റ്സ് ഒക്കെ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. വെബ് സെർവറാണ് യൂസേഴ്സിനെ ഈ ഇൻ്റർനെറ്റിൽ നമ്മൾ വെബ് പേജസ്, ഇമെയിൽ, ബ്ലോഗ്സ് ഇതൊക്കെ ഡെലിവർ ചെയ്യാൻ വേണ്ടി എനേബിൾ ചെയ്യുന്നത്. ഒരു വെബ് സെർവർ പവർഫുൾ കമ്പ്യൂട്ടർ ആയിരിക്കും. അപ്പോൾ അത് എപ്പോഴും സ്വിച്ച്ഡ് ഓൺ ആയിരിക്കും, ഓൺ ആയിരിക്കും. അതിൻ്റെ ഇൻ്റർനെറ്റ് കണക്ഷന് ഹൈ ബാൻഡ് വിഡ്ത്ത് ആയിരിക്കും. കാരണം നമ്മൾ ഈ വെബ് സെർവർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വേൾഡിലുള്ള എല്ലാ യൂസേഴ്സും ഇൻ്റർനെറ്റിൽ വെബ്സൈറ്റ്സൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ബാൻഡ് വിഡ്ത്തും അത്രത്തോളം ഹൈ ആയിരിക്കണം. റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ട് വെബ് സെർവറിന് സിംഗിൾ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് ഉണ്ടാവാം.
അതിന് ഫാസ്റ്റ് ആക്സസ് റാം ആണുള്ളത്, പിന്നെ ഹൈ പെർഫോമൻസ് ഹാർഡ് ഡിസ്ക് ഉണ്ടാവും, ഈതർനെറ്റ് കാർഡ്സ്, പിന്നെ സപ്പോർട്ടിംഗ് ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ. ഇതൊക്കെ വെബ് സെർവറിൻ്റെ പ്രത്യേകതകളാണ്. വെബ് സെർവറിന് ഫാസ്റ്റർ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയും പിന്നെ പവർ സപ്ലൈ ഒക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനെ ഡേറ്റാ സെൻറ്ററിലാണ് യൂഷ്വലി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഡേറ്റാ സെൻറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ക്ലയൻറ്റ്സിന് വേണ്ടിയിട്ട് ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റാസ് സ്റ്റോർ ചെയ്യാൻ, പ്രോസസ്സ് ചെയ്യാൻ, സെർവ് ചെയ്യാനൊക്കെയാണ്. ഡേറ്റാ സെൻറ്ററിൻ്റെ ഫിഗർ ടെക്സ്റ്റിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ അതിന് വലിയൊരു ഹ്യൂജ് പവർ സപ്ലൈയുടെ ആവശ്യമുണ്ട്. പിന്നെ കൂളിംഗ് സിസ്റ്റം, ഹൈ സ്പീഡ് നെറ്റ്വർക്കിംഗ് കണക്ഷൻസ്, സെക്യൂരിറ്റി സിസ്റ്റംസ്, ഇതൊക്കെ ഒരു ഡേറ്റാ സെൻറ്ററിന് ആവശ്യമാണ്. ടെക്സ്റ്റിൽ കുറച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിൻ്റെ എക്സാമ്പിൾ നൽകിയിട്ടുണ്ട്. ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസ്, മൈക്രോസോഫ്റ്റ് വിൻഡോസ് സെർവർ, ഫ്രീ BSD, ഒറാക്കിൾ, സൊലാരിസ് എക്സെട്ര. അപ്പോൾ ഇതൊക്കെ എക്സാമ്പിൾസാണ്. കുറച്ച് വെബ് സെർവർ പാക്കേജസിൻ്റെ എക്സാമ്പിൾസ് നൽകിയിട്ടുണ്ട്. അപ്പാച്ചെ സെർവർ, മൈക്രോസോഫ്റ്റ് ഇൻ്റർനെറ്റ് ഇൻഫർമേഷൻ സെർവർ അതായത് IIS, ഗൂഗിൾ വെബ് സെർവർ ആൻഡ് എൻജിൻ എക്സ്. ഇതൊക്കെയാണ് വെബ് സെർവറിൽ നോട്ട് ചെയ്യേണ്ട ബേസിക്സ് കാര്യങ്ങൾ. നെക്സ്റ്റ് വൺ സോഫ്റ്റ്വെയർ പോർട്സ്. കമ്പ്യൂട്ടറിൽ ഹാർഡ്വെയർ പോർട്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് യൂസ് ചെയ്യുന്നത് എക്സ്റ്റേണൽ ഡിവൈസസിന് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ VGA പോർട്സ് യൂസ് ചെയ്യുന്നത് മോണിറ്റേഴ്സായിട്ട് കണക്ട് ചെയ്യാനാണ്. PS2 പോർട്സ് യൂസ് ചെയ്യുന്നത് കീബോർഡ് അല്ലെങ്കിൽ മൗസ് കണക്ട് ചെയ്യാനാണ്. അപ്പോൾ അതുപോലുള്ള പോർട്സൊക്കെ നിങ്ങൾ കമ്പ്യൂട്ടറിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ സോഫ്റ്റ്വെയർ പോർട്സ് യൂസ് ചെയ്യുന്നത് ക്ലയൻറ്റ് കമ്പ്യൂട്ടറും സെർവർ കമ്പ്യൂട്ടറും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് യൂസ് ചെയ്യുന്നത് എന്തിനാ? HTTP, FTP, SMTP അതുപോലുള്ള സർവീസസൊക്കെ കിട്ടണമെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ, ഈ കണക്ഷൻ ആവശ്യമാണ്. ഈ പോർട്സ് തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ, അതായത് വേർതിരിച്ച് അറിയാൻ വേണ്ടിയിട്ട് യൂണീക്ക് നമ്പേഴ്സ് അസൈൻ ചെയ്തിട്ടുണ്ടാവും. പോർട്ട് നമ്പർ എന്ന് വെച്ചാൽ ഒരു 16 ബിറ്റ് നമ്പറാണ്. അപ്പോൾ അത് കമ്പ്യൂട്ടറിൻ്റെ IP അഡ്രസ്സ് അല്ലെങ്കിൽ URL ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏത് സർവീസാണ് സെർവറിൽ അവൈലബിൾ, അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സപ്പോസ് 80 ആണ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ നൽകിയിട്ടുണ്ട്. ഒരു URL അത് കഴിഞ്ഞതിന് ശേഷം 80 എന്നുള്ള നമ്പർ നൽകിയിട്ടുണ്ട്. അപ്പോൾ 80 കറസ്പോണ്ട് ടു HTTP പ്രോട്ടോക്കോളാണ്. അപ്പോൾ അതുപോലെ കുറച്ച് ഡിഫോൾട്ട് പോർട്ട് നമ്പേഴ്സ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സർവീസും നൽകിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ DNS സെർവേഴ്സ്. DNS സെർവേഴ്സ് അതായത് ഡൊമൈൻ നെയിം സിസ്റ്റം ഒരു നെറ്റ്വർക്കിംഗ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അതിലൊരു ഡേറ്റാബേസ് ഉണ്ടാവും. അതിൽ ഡൊമൈൻ നെയിംസും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ IP അഡ്രസ്സും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഈ സെക്ഷനിൽ മെയിൻലി പഠിക്കാനുള്ളത് ഹൗ DNS റിസോൾവ്സ് ദി IP അഡ്രസ്സ്, അല്ലെങ്കിൽ നമ്മൾ URL നൽകുമ്പോൾ അപ്പോൾ അതിൻ്റെ ബാക്കി സ്റ്റെപ്സ് എങ്ങനെയാണ്, അതിൻ്റെ IP അഡ്രസ്സ് എങ്ങനെയാണ് കിട്ടുന്നതെന്നൊക്കെയുള്ളത്. സപ്പോസ് നമ്മൾ ബ്രൗസറിൽ ഒരു ഡൊമൈൻ നെയിം, ഒരു URL സെർച്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. സപ്പോസ് കേരള പോലീസിൻ്റെ വെബ്സൈറ്റാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത് വിചാരിക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഈ DNS ഈ IP അഡ്രസ്സിന് റിസോൾവ് ചെയ്യുന്നതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. എല്ലാ വെബ്സൈറ്റ്സും നമ്മൾ റീസെൻ്റ്ലി സെർച്ച് ചെയ്ത അല്ലെങ്കിൽ വിസിറ്റ് ചെയ്ത വെബ്സൈറ്റ്സിൻ്റെ IP അഡ്രസ്സ് സ്റ്റോർ ചെയ്യാറുണ്ട്. അപ്പോൾ ആദ്യം ബ്രൗസർ ഈ ലോക്കൽ മെമ്മറി, അതായത് നമ്മൾ റീസെൻ്റ്ലി വിസിറ്റ് ചെയ്ത വെബ്സൈറ്റ്സിൻ്റെ IP അഡ്രസ്സിൽ ചെക്ക് ചെയ്യും. നമ്മളിപ്പോൾ സെർച്ച് ചെയ്ത ഡൊമൈൻ നെയിമിൻ്റെ IP അഡ്രസ്സ് അതിലുണ്ടോയെന്ന്. അപ്പോൾ കിട്ടുവാണെങ്കിൽ അത് യൂസ് ചെയ്യും. സെക്കൻഡ് സ്റ്റെപ്പ്, ബ്രൗസർ കാഷയിൽ കിട്ടിയില്ലെങ്കിൽ, അതായത് IP അഡ്രസ്സ് അവിടെ നിന്ന് കിട്ടില്ലെങ്കിൽ പിന്നെ ചെക്ക് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ലോക്കൽ കാഷയിലാണ്. അപ്പോൾ തേർഡ്, അതിപ്പോൾ കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്യും, ഇല്ല കിട്ടിയില്ലെങ്കിൽ DNS സെർവറിൻ്റെ ലോക്കൽ ISPയിൽ സെർച്ച് ചെയ്യും. ഇനി അവിടെ നിന്നും IP അഡ്രസ്സ് കിട്ടിയില്ലെങ്കിൽ ഒരു റിക്കർസീവ് സെർച്ച് സ്റ്റാർട്ട് ചെയ്യും റൂട്ട് സെർവറിൽ നിന്ന്. എന്നിട്ട് ഈ IP അഡ്രസ്സ് കിട്ടോളം ആ സെർച്ച് നടത്തിക്കൊണ്ടേയിരിക്കും IP അഡ്രസ്സിന് വേണ്ടിയിട്ട്.
എന്നിട്ട് കിട്ടുന്ന ഈ IP അഡ്രസ്സ് ബ്രൗസറിലേക്ക് സെൻഡ് ചെയ്യും. അഥവാ ഈ IP അഡ്രസ്സ് ഈ റിക്കർസീവ് സെർച്ചിലും കിട്ടിയില്ലെങ്കിൽ സെർവർ നോട്ട് ഫൗണ്ട് എന്നുള്ള മെസ്സേജ് ബ്രൗസർ വിൻഡോയിൽ റിട്ടേൺ ചെയ്യും. വെബ് ടെക്നോളജിയിലെ ഫസ്റ്റ് പാർട്ടായിരുന്നു ഈ വീഡിയോ. പ്രീവിയസ് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Please don't forget to subscribe, like and press the bell icon.